കാസർഗോഡ് പെരിയ കല്യോട്ട് രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തിയത് ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ കല്യോട്ട് ക്ഷേത്രോത്സവ സ്ഥലത്ത് നിന്നും കൃപേഷിനെ വീട്ടിലേക്ക് കൊണ്ടുവിടാനായി പോകുമ്പോഴാണ് കിച്ചു കൃപേഷിനെയും സുഹൃത്ത് ജോഷി എന്ന ശരത് ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. ഞായറാഴ്ച 7:45 സംഭവം. ഒരാളുടെ മൃതദേഹം ബൈക്കിന് ചാരിയ നിലയിലും മറ്റൊരാളുടെ മൃതദേഹം തൊട്ടകലെയുമാണ് കണ്ടെത്തിയത്. ജീപ്പിലാണ് അക്രമികൾ എത്തിയതെന്നാണ് വിവരം. മുന്നാട് കോളേജിലെ KSU പ്രവർത്തകരായ വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇരുമ്പുപടി കൊണ്ട് CPM ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ കൈ തല്ലിയൊടിച്ചിരുന്നു. ഈ സംഭവത്തിൽ കൃപേഷും ശരത്തും ഉൾപ്പെടെ 11 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ ഇരുവരും ജാമ്യത്തിലിറങ്ങിയ ശേഷം ഇവർക്ക് നേരെ CPM പ്രവർത്തകരുടെ വധഭീഷണി ഉണ്ടായിരുന്നതായി ബന്ധുക്കളും സുഹൃത്തുക്കളും മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിനു പിന്നാലെയാണ് ക്ഷേത്രോത്സവ സ്ഥലത്ത് നിന്നും മടങ്ങുമ്പോൾ ഇരുവരെയും ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. സ്ഥലത്തെ ഒരു CPM പ്രവർത്തകന്റെ വീടിന് മുന്നിൽ വെച്ചാണ് കൊലപാതകം നടന്നത്. അതുകൊണ്ട് തന്നെ സാക്ഷികളായി മറ്റാരും ഉണ്ടായിരുന്നില്ലെന്നാണ് വിവരം. പിന്നീട് ഇതുവഴി വന്നവരാണ് യുവാക്കളെ ചോരയിൽ കുളിച്ചു കിടക്കുന്നത് കണ്ട് മറ്റുള്ളവരെ വിവരമറിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. വഴിമധ്യയാണ് കൃപേഷ് മരണപ്പെട്ടത്. മംഗളൂരുവിലെ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേ ശരത്തും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. സംഭവത്തിൽ പെരിയയിലെ ഒരു ബാങ്ക് ജീവനക്കാരിൽ നിന്നും ASP D ശില്പ മൊഴിയെടുത്ത ശേഷം ബേക്കൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് കേന്ദ്രങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. കേസ് അന്വേഷണം ക്രൈം ഡിറ്റാച്ച്മെന്റ് DYSP പ്രദീപിനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.